ഇത് ഈസ്റ്റർ വ്ളോഗാണ് കേട്ടോ. ഇടാൻ താമസിച്ചു പോയായിരുന്നു. ഈസ്റ്ററിൻ്റെ അന്ന് രാവിലെയാണ്, അമ്മയുടെ വീട്ടിലാണ് ഞാൻ കിടന്ന് ഉറങ്ങുവാണ്. തറയിൽ കിടന്നാൽ നല്ല സുഖമുണ്ട് കിടക്കാൻ വേണ്ടിയിട്ട്. കട്ടിലിൽ കിടന്നാലാണെങ്കിൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ അമ്മ രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിരിക്കുകയാണ്. അമ്മ പള്ളിയിൽ പോകുന്നതിന് മുൻപേ തന്നെ രാവിലെ ചപ്പാത്തിയല്ല സോറി കേട്ടോ, പൂരിയും മുട്ടക്കറിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോയി കഴിക്കാൻ പറഞ്ഞിട്ട് പോയേ എണീറ്റ്. എന്നിട്ട് അമ്മ തിരിച്ച് വന്നിട്ട് ഞാൻ എണീറ്റില്ല, കിടന്ന് സുഖം ഉറക്കമാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, രാവിലെ നിന്നോട് ഞാൻ കഴിക്കാൻ പറഞ്ഞിട്ട് പോയതല്ലേ, എന്നിട്ട് ഇതുവരെയും കഴിച്ചില്ലേ, ഒന്നും എണീറ്റില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അച്ഛൻ പറയുന്നത് കിടന്ന് എപ്പോഴും ഉറക്കം തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ കിടന്നുകൊണ്ട് തുള്ളുവാണ്. അച്ഛൻ രാവിലെ ഈസ്റ്റർ ആഘോഷമൊക്കെ തുടങ്ങിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു ചെറിയ ലാഞ്ചനയൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ ഈസ്റ്റർ ആഘോഷിക്കാൻ തുടങ്ങിയ പിന്നെ. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. കൂടുതൽ ഒന്നും പറയുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാം കണ്ടിനി തുറന്നു വെച്ചിട്ട് കാല് നന്ദിയുള്ളതാണ് മൃഗങ്ങൾ. അത്രയോ അത് സമയദോഷമായിരുന്നു. ചാറ്റത്തൊരു വിഷുവോട് അതിനെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനുള്ളവർക്കെങ്കിൽ ഇട്ട് കൊടുക്കും, ഇല്ലാത്തവർക്ക് ഇട്ട് കൊടുക്കൂല. മക്കൾ അപ്പൂർവ ജീവിച്ചിരിക്കണം, എല്ലാത്തിനെയും ഞാൻ കുലിക്കും. അന്ന് ഞാൻ കുലിക്കും. മക്കള് പറഞ്ഞാൽ മതി, എന്റെ അപ്പച്ചി അറിയാവുന്ന കേൾക്കണം. അവരൊക്കെ പോവേണ്ട സമയം കേട്ടാ മക്കളുടെ കഥ പറഞ്ഞത് എന്റെ അപ്പച്ചി അറിയാവുന്ന കേൾക്കണം. നിന്നെ എല്ലാം മനയിൽ നിർത്തുമെന്ന് പറയും. അല്ലാതെ ഇതിൽ വാരി എടുത്തോണ്ട് പോയി അത് തന്നെ നീ എന്തോ നേണത്? ഞാൻ ഇട്ടിട്ട് പോകും, നീ നോക്കിക്കോ. നീ ഇത് ചിക്കൻ ചിക്കൻ വെച്ചിട്ടുണ്ട്. പന്നിയിറച്ചി ഇത്രയുണ്ട്. പിന്നെ ചോറ് ചോറ് എങ്ങനെ എല്ലാം വെച്ചേട്ടാ.
ഇതിന് അങ്ങോട്ടൊക്കെ പോർക്കെന്നാണ് പറയണേ. പോർക്ക്. അങ്ങോട്ടൊക്കെ പോർക്കെന്നാണ് പറയണേ. പന്നിയ ഞാൻ ഇതുവരെ വിചാരിച്ച ബീഫിനാണ് അങ്ങനെ പറയണേ. അങ്ങനെ അത് പോത്ത്. പോത്ത്. ആ പോത്ത്. നമ്മളിതാ ഇത് ഇറച്ചി, ഇത്രയും ചോറ്, കോഴി, അമ്മ. ഓക്കെ. നേരം നമ്മളെല്ലാവരും കൂടെ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ പോകാൻ നിൽക്കുവാണ്. രാവിലെ വലിയച്ഛൻ വിളിച്ചായിരുന്നു അങ്ങ് പോകാൻ വേണ്ടിയിട്ട്. ചക്ക അടത്ത് വെച്ചിട്ടുണ്ട്, വരിക്കച്ചക്ക. അപ്പോൾ അതുകൊണ്ട് പോകാൻ പറഞ്ഞ് വിളിച്ചായിരുന്നു. അപ്പോൾ ഈസ്റ്ററിൻ്റെ അന്ന് വൈകുന്നേരവും കൂടെ ആയതുകൊണ്ട് പിന്നെ എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അനിയൻ്റെ ഭാര്യയും വരുവാണ്, അവൾ പ്രഗ്നൻ്റാണ്. അപ്പോൾ അവൾക്കാണെങ്കിൽ ചക്കയ്ക്കും മാങ്ങയ്ക്കും ഒക്കെ ഭയങ്കരമൊക്കെ ഇഷ്ടമൊക്കെ കാണുമല്ലോ ഇപ്പോൾ ഈ സമയത്ത്. അങ്ങനെ നമ്മൾ പിന്നെ പോകാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വ്ളോഗ്.